ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന അക്ബറിനെയും നെവിനെയും ക്യാപ്റ്റനായ നൂറ ജയിലിലാക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അതും പ്രകാരം നൂറ വന്ന് അവരെ ജയിലിലാക്കിയതിന് ശേഷം വാഷ്റൂമിൽ പോകണമെങ്കിൽ പറയണം, വന്ന് തുറന്നു തരാമെന്നൊക്കെ പറയുന്നു. അന്നേരം സാബുമാനാണെങ്കിൽ അവരുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നുണ്ട്, ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട, പാർട്ട് ഓഫ് ഗെയിം. പിന്നെ ഷാനവാസയ്ക്ക് ഇപ്പോഴും അത് മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഹൗസിലെ എല്ലാവരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു, അനുമോള്, ഷാനവാസിക്ക, ആദില, നൂറ എല്ലാവരും. ഷാനവാസിക്ക് അങ്ങനെ വീഴുന്നത് കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ആക്ടിങ് ആണെന്ന, സീരിയസ് ആണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ജയിൽ നോമിനേഷൻ കഴിയട്ടെ എന്നിട്ടൊന്ന് സോറി പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സോപ്പിടാൻ പറഞ്ഞതാണ് എന്നൊക്കെ കരുതത്തില്ലേന്ന് അക്ബർ പറയുന്നുണ്ട്. എന്തായാലും നെവിനാണെങ്കിൽ ആ മണി ടാസ്കിൽ മണി എടുത്തുകൊണ്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലാലേട്ട ഇപ്പോൾ കൊടുത്ത പണിഷ്മെൻറ്റ് അയാളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. നീ വിഷമിക്കണ്ടടാ, ആ പൈസയൊക്കെ നമുക്ക് നിസ്സാരം പോലെ അധ്വാനിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ വീട് തന്നെ എത്ര പ്രാവശ്യം ജഡ്ജിയുടെ വക്കിലെത്തിയതാ. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയാണ് കരകയറി വന്നതെന്ന് നിനക്കറിയില്ല. അതൊക്കെ നീ അറിഞ്ഞാൽ നീ തല ഇറങ്ങും എന്നൊക്കെ അക്ബർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിൻ്റെ കോൺസെൻട്രേഷൻ ഫൈനൽ 5 എത്തുക എന്നതാണ്. ഇതുവരെ നിന്നിട്ട് ഫൈനൽ 5 എത്തിയില്ലെങ്കിൽ നാണക്കേടാ അല്ലയോ എന്നൊക്കെ പറയുമ്പം നിൻ്റെ മാർക്ക് എന്തായാലും നീ തെളിയിച്ചിട്ടുണ്ട്. എത്തിയില്ലേലും വില കുറച്ച് കാണണ്ട എന്നുള്ള രൂപത്തിനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിക്കാണെങ്കിൽ ആദില, നൂറ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ ലാലേട്ടൻ എന്നെ പറ്റിയുള്ള കാര്യം ചോദിച്ചോ, പിന്നെ ചോദിച്ച് നെവിനെ പൊരിച്ചു എന്നുള്ള കാര്യമൊക്കെ ആദില ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ അക്ബർ പറയുന്നുണ്ട്, ഈ വീട്ടിലെ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞു, സാബുമാൻ ഒഴിച്ച്. 2 ആഴ്ചയല്ലേ അതിനുള്ളിൽ സാബുമാൻ മാറിക്കൊള്ളൂ എന്ന് നെവിൻ പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെയൊന്നും മാറത്തില്ല. മണി ടാസ്കിൽ മണി എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നെവിന് നന്നായിട്ടുണ്ട്. അത് എപ്പിസോഡ് കാണുമ്പോഴും മനസ്സിലാകുന്നുണ്ട്.